ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇന്നലെയൊക്കെയായിട്ട് നടന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫറുകളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിൽ മുംബൈ സിറ്റി എഫ് സി ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. ആദ്യത്തേത് ഹിതേഷ് ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ, സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ് ഒരു വർഷത്തെ ഒരു ഡീലിൽ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിലേക്ക് വരുന്ന സമയത്ത് 26 വയസ്സുകാരനായിട്ടുള്ള ഒരു പ്ലെയർ, ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ഇദ്ദേഹം ATK കളിക്കുന്ന സമയത്താണ് ഒരു ലൈം ലൈറ്റിലോട്ടൊക്കെ വരുന്നത്. പ്രധാനമായിട്ടും 2017 ആ ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് അദ്ദേഹത്തിന് അണ്ടർ 23 കാളപ്പൊക്കെ കിട്ടിയിരുന്നു. പിന്നീട് എന്നാൽ ഹൈദരാബാദ് എഫ് സിയിൽ മനോല മാർക്കസിൻ്റെ അണ്ടറിലാണ് അദ്ദേഹം ഏറ്റവും ഒരു ഹയസ്റ്റ് ലെവലിലൊരു ഫുട്ബോൾ അല്ലെങ്കിൽ മികച്ച പ്രകടനമൊക്കെ നടന്നൊരു ലെവലിലേക്ക് പോലും എത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നീട് ഇപ്പം കഴിഞ്ഞൊരു ജനുവരിയിൽ മാത്രമായിരുന്നു അദ്ദേഹം ഒഡീഷ എഫ് സിയിലേക്ക് ഒരു ട്രാൻസ്ഫറായി പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഒഡീഷയിൽ നിന്നാണ് ഒരു ലോൺ മൂവിൽ അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ISL ഈ ഒരു പ്രായത്തിൽ തന്നെ ഏതാണ്ട് 80-ന് മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം അങ്ങനെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ, പ്രോപ്പർ ഒരു ബോക്സ് ടു ബോക്സ് അങ്ങനത്തെ ലെവലിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ എനിക്ക് നോക്കുന്ന സമയത്ത് അവിടെ കൂടുതലും വിദേശികളാണ് ആ ഒരു പൊസിഷനിലുള്ളത്. ഇപ്പോൾ ജെറമി മെൻസോറൊക്കെ അടക്കമുള്ള താരങ്ങൾ. അതല്ലാണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് ആണുള്ളത്. പിന്നെ മിഡ്ഫീൽഡേഴ്സായിട്ട് ഇപ്പം ജയഷാനെയും ബ്രാൻഡനെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു AM റോളിൽ പരിഗണിക്കാവുന്ന പ്ലെയറാണ്. അപ്പം ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന ലെവലിലേക്കൊക്കെ തന്നെ ഒരു ഉയരാൻ ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയർ എന്ന നിലയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഹിതേഷ് ശർമ്മയെ പറ്റി. എന്താണെങ്കിലും അടുത്ത മുംബൈ സിറ്റി എഫ് സി നടത്തുന്നൊരു സൈനിങ്, ഇത് പെർമനൻ്റ് ആയിട്ട് നടത്തിയൊരു ഡീല് തന്നെയാണ് ഹർദിക് ഭട്ട്. പക്ഷേ ഒരു 1 ഇയർ കോൺട്രാക്റ്റിലാണ് ഈ 27-കാരനായിട്ടുള്ള റൈറ്റ് ബാക്കിനെ സ്വന്തമാക്കുന്നത്. മഹാരാഷ്ട്രക്കാരൻ കൂടിയാണ്, അതായത് ഒരു ലോക്കൽ ലാഡ് കൂടിയാണെന്നുള്ളതാണ്. ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി അടുത്ത് നടത്തിയിട്ടുള്ള ഒരു സൈനിങ്സ് എല്ലാം ഒരു ഷോർട്ട് ടേം ഡീൽസാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹിതേഷിൻ്റെ ആണെങ്കിൽ ഒരു 1 ഇയർ ലോൺ ഡീലാണ്. ഇതും 1 ഇയർ ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള സഹിൽ പൻവാറിൻ്റെ ആണെങ്കിൽ ഒരു 1 ഇയർ ആണ്. സോ അതെന്താണ് അങ്ങനെ ഒരു ഷോർട്ട് ടൈം ഒരു ഇതിൽ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ വ്യക്തമല്ല. സാധാരണ ഇതിലിപ്പോൾ ക്ലബ്സുകളെല്ലാം ഒരു ലോങ് കോൺട്രാക്റ്റിലാണല്ലോ ഇന്ത്യൻ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നത്. എന്താണെങ്കിലും ഹർദിക് ഭട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇദ്ദേഹം മുമ്പ് 2022-23 സീസണിൽ ഒരു ലോൺ മൂവിൽ രാജസ്ഥാൻ യുണൈറ്റഡിൽ നിന്ന് വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മാച്ച് മാത്രമേ അന്ന് കളിച്ചിരുന്നു. ആ ഒരു മാച്ചിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു കേട്ടോ. പിന്നെ രാജസ്ഥാൻ യുണൈറ്റഡിലാണ് അദ്ദേഹം കൂടുതലും കളിച്ചിട്ടുള്ളത്. അപ്പോൾ ലീഗിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ മത്സരങ്ങളൊക്കെ കളിച്ചായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു 26 അത്രയൊക്കെ മാച്ചസേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ അദ്ദേഹം പിന്നെ ഒരു ഹയസ്റ്റ് ലെവലിൽ കളിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ISL ഒരു മാച്ചും ഈ 20+ മാച്ച് ലീഗിൽ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. പിന്നെ അദ്ദേഹം ഒരു ലോവർ ടയർ, അതായത് 2nd ഡിവിഷൻ 3rd ഡിവിഷൻ അങ്ങനത്തെ ഒരു സംഭവത്തിലൊക്കെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണെങ്കിൽ റൈറ്റ് ബാക്ക് ചോയ്സ് നോക്കുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള റൈറ്റ് ബാക്ക്സ് മുംബൈക്കില്ല. കളിപ്പിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം സഞ്ജീവ് സ്റ്റാലിൻ ഒരു 2 വിങ്ങിലും കളിക്കുന്ന പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഹെലങ് നെൻഡു, വാൽപൂയ അങ്ങനത്തെ പ്ലേയേഴ്സിനെയൊക്കെ റൈറ്റ് ബാക്കിൽ പരിഗണിക്കും. ഇപ്പോൾ മെഹ്താബ് സിംഗിനെയും ചില സമയത്ത് റൈറ്റ് ബാക്കിൽ പരിഗണിക്കുന്നതാണ്. അപ്പം അങ്ങനെ വേണമെങ്കിൽ വെക്കാം. അതാണ് ഹർദിക് ഭട്ടിന് ഇപ്പോൾ ഫസ്റ്റ് ചോയ്സിലേക്കൊക്കെ ഫൈറ്റ് ചെയ്യാം. ആ ഒരു എബിലിറ്റിയൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊരു സൈനിങ് ജംഷഡ്പൂർ എഫ് സി നടത്തുന്നതാണ്. സൈനിങ് അല്ല, ഒരു എക്സ്റ്റൻഷനാണ്. പ്രണോയ് ഹൾഡറിൻ്റെ ഒരു 1 ഇയർ എക്സ്റ്റൻഷൻ. 31 വയസ്സുകാരനുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ താരമാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ്. ISLൻ്റെ ഒരു ആദ്യ കാലഘട്ടം മുതലേ ഉള്ളൊരു കളിക്കുന്നൊരു പ്ലെയറാണ്. പിന്നെ നാഷണൽ ടീമിൽ കണ്ട് 20+ മാച്ചസ് എക്സ്പീരിയൻസ് ഉണ്ട്. ISL നോക്കി കഴിഞ്ഞാൽ കണ്ട് 90 മാച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. സോ അദ്ദേഹം ഒരു ഡിസ്ട്രക്ടർ പ്ലെയറാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി. അദ്ദേഹം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ആൻഡ് ഇടിച്ചിടും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി. ആ ഒരു റോൾ കളിച്ച് എനിക്ക് തോന്നുന്നു. അപ്പം കഴിഞ്ഞ സീസണിൽ 3 മാച്ച് കളിച്ച് പിന്നീട് അത് ഇഞ്ചുറി ആയിട്ട് കുറേ മാച്ചൊന്നും കളിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ അണ്ടർ ഖാലിദ് ജമീൽ ഒരു പറ്റിയിട്ടുള്ള ഒരു പ്ലെയർ തന്നെ ആയിരിക്കും പ്രണോയ് ഹൾഡർ. ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ തന്നെ വരാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.